മുംബൈ വാരിയേഴ്സും നാഗ്പൂർ ടീംസും തമ്മിൽ കടുത്ത ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. മാച്ചിൽ രണ്ട് ടീമും സമനിലയിലാണ്. അപ്പോൾ അതാ ഗോളിന് നേരെ മുംബൈ വാരിയേഴ്സിലെ കളിക്കാർ പോവുകയാണ്. പക്ഷേ ഗോൾ മിസ് ചെയ്തു. കളി വളരെ ആവേശകരമായി തീർന്നു. അപ്പോൾ നാഗ്പൂർ ടീംസിലെ ഒരു കളിക്കാരൻ ഗോൾ പോസ്റ്റിലേക്ക് പോവുകയാണ്. എന്നിട്ട് വളരെ ശക്തമായ ഒരു കിക്ക് കൊടുത്തിരിക്കുന്നു. എന്നാൽ ആകാശ് ആ ഫുട്ബോൾ തലകൊണ്ട് തടുത്തിരിക്കുന്നു. ഗോളാകുന്നതിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഇതെന്താ? പെട്ടെന്ന് ആകാശ് താഴേക്ക് വീഴുന്നു. ഗ്രൗണ്ട് സ്തംഭിച്ചു. മാച്ച് റഫറിയും എല്ലാ കളിക്കാരും ഓടി ആകാശിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവന് ബോധം വരുത്തുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ആകാശ് ബോധമില്ലാതെ കിടക്കുകയാണ്. ആകാശിന്റെ ടീമിലെ കോച്ചും ക്യാപ്റ്റനും വികാസിനോട് പെട്ടെന്ന് ആകാശിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ പറയുന്നു. ഈ സമയം സ്റ്റേഡിയത്തിന്റെ പുറത്തേക്ക് പോകുവാൻ 3 വഴികളാണുള്ളത്. ആദ്യത്തെ വഴി പവലിയൻസിലൂടെയാണ്. രണ്ടാമത്തെ വഴി എൻട്രൻസ് ഗേറ്റ് വഴിയാണ്. മൂന്നാമത്തെ വഴി എക്സിറ്റ് ഗേറ്റ് വഴിയുമാണ്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഇപ്പോൾ ഏത് വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതമെന്ന്? ശ്രദ്ധിച്ചു നോക്കൂ. എൻട്രൻസ് ഗേറ്റിന്റെ അടുത്ത് കുറെ പബ്ലിക് നിൽക്കുന്നുണ്ട്. അതുവഴി പുറത്തു കടക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പവലിയൻസിലേക്കുള്ള വഴി ഗ്രൗണ്ടിന്റെ മറ്റൊരു ഭാഗത്താണ്. അവിടെയും കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ എക്സിറ്റ് ഗേറ്റ് നോക്കിയേ, അത് കളിസ്ഥലത്തിന്റെ പുറകിലാണ്. അത് ഒഴിഞ്ഞു കാണപ്പെടുന്നു. കോച്ചും ക്യാപ്റ്റനും വികാസും കൂടി പെട്ടെന്ന് തന്നെ ആകാശിനെയും കൂട്ടി സ്റ്റേഡിയത്തിന്റെ പുറത്തേക്ക് വരുന്നു. സാർ, അങ്ങ് ആകാശിനെ പിടിക്കാൻ, ഞാനിപ്പോൾ കാറുമായി വരാം. ഇതാ പിടിക്കുക എന്റെ കാറിന്റെ താക്കോൽ. എന്റെ ചുവന്ന കാർ ആ മരത്തിന്റെ താഴെ നിർത്തിയിട്ടിട്ടുണ്ട്. വികാസ് പെട്ടെന്ന് ഓടി മരത്തിന്റെ താഴെ എത്തുന്നു. അവിടെ കോച്ചിന്റെ കാർ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കോച്ചിന്റെ കാറും എടുത്ത് ഹോസ്പിറ്റലിൽ പോകുന്നത് മണ്ടത്തരമാകും. ഞാൻ എന്റെ ബൈക്ക് യൂസ് ചെയ്യാം. ലോജിക്കൽ ആർമി, വികാസിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? കോച്ചിന്റെ കാറും എടുത്തുകൊണ്ട് പോകുവാൻ സാധിക്കില്ല എന്ന്. ശ്രദ്ധിച്ചു നോക്കൂ. കോച്ച് അദ്ദേഹത്തിന്റെ വണ്ടി മരത്തിന്റെ താഴെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഒരു വശം മരത്തിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ വണ്ടിയുടെ പുറകിൽ വേറൊരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കണമെങ്കിൽ പുറകിലെ കാർ മാറ്റേണ്ടതായിട്ടുണ്ട്. മുൻപിൽ മരമുണ്ട്, പുറകിൽ കാറുണ്ട്. പുറകിൽ കിടക്കുന്ന കാർ ആരുടേതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതും ഇത്രയും വലിയ ഗ്രൗണ്ടിൽ നിന്നും. അതിനേക്കാളും ബെറ്റർ ആ കാർ എടുക്കേ വേണ്ട എന്ന് ചിന്തിക്കുന്നതല്ലേ? വികാസ് പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ആകാശിന്റെ അടുത്തേക്ക് എത്തുന്നു. ഞാൻ നിന്നോട് എന്റെ കാർ എടുക്കുവാൻ പറഞ്ഞതല്ലേ, നീ എന്തിനാ ബൈക്കും എടുത്തുകൊണ്ട് വന്നത്? സർ, ഞാൻ അങ്ങയോട് എല്ലാം പറയാം. ഇപ്പോൾ ആകാശിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ അങ്ങ് കൂടെ വരൂ. കോച്ച് ബൈക്കിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് ആകാശിനെ നടുവിലായി ഇരുത്തുന്നു. വികാസ് സൂപ്പർ സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്നു. എന്നിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു. വഴിയിൽ നല്ല ട്രാഫിക് ആയിരുന്നു. എന്നിട്ടും വികാസ് ബൈക്കിന്റെ സ്പീഡ് കുറച്ചതേയില്ല. പക്ഷേ മുന്നിൽ ട്രാഫിക് ജാം കാണുന്നു. സർ, മുന്നിൽ ട്രാഫിക് ജാം ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തിരിച്ചു പോയിട്ട് വേറെ വഴിയിൽ കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തണം. പക്ഷേ ആർക്കറിയാം, അവിടെയും ട്രാഫിക് ജാം ആണെങ്കിലോ? ഇപ്പോൾ അവരുടെ മുന്നിൽ ഹോസ്പിറ്റലിൽ പോകുവാൻ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് ഇവിടെ തന്നെ നിന്നിട്ട് ട്രാഫിക്കിലെ തിരക്ക് മാറിയിട്ട് പോവുക. രണ്ടാമത്തേത് തിരിച്ചു പോയിട്ട് വേറെ വഴിയിൽ കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുക. ഇനി ഒന്ന്, മൂന്നാമതൊരാളോട് സഹായം ചോദിക്കുക. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ അവർ ഏത് വഴി തിരഞ്ഞെടുക്കുമെന്ന്? ട്രാഫിക്കിലെ തിരക്ക് മാറുന്നതുവരെ കാത്തിരിക്കുവാൻ പറ്റില്ല. അതുപോലെ വേറെ വഴി പോകുന്നതും സേഫ് ആകില്ല. കാരണം ചുറ്റി വളഞ്ഞു പോകേണ്ടതാണ്. കാരണം ഇവിടെ ട്രാഫിക് ആയതിനാൽ അവിടെയും ട്രാഫിക് ആയിരിക്കും. ഹെൽപ്പ് ചോദിക്കാനാണെങ്കിലും ആരോട് ചോദിക്കും? അവർ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ശ്രദ്ധിച്ചു നോക്കിയേ, ട്രാഫിക്കിന്റെ അടുത്ത് മുകളിലായി ഒരു ചെറിയ വഴിയുണ്ട്. അതുവഴി ബൈക്കിന് സുഖമായി കടന്നു പോകാം. സർ, ആകാശിനെ നല്ലതുപോലെ പിടിച്ചിരുന്നോ? അതുപോലെ സർ തയ്യാറായിരുന്നോ? ഞാൻ കുന്നിന് മുകളിലൂടെ ബൈക്ക് ഓടിക്കാൻ പോവുകയാണ്. അതിനുശേഷം വികാസ് ട്രാഫിക്കിന്റെ അടുത്തുള്ള കുന്നിന്റെ മുകളിൽ കൂടി ബൈക്ക് ഓടിച്ച് ട്രാഫിക്കിന് മുന്നിൽ എത്തുന്നു. ട്രാഫിക് പോലീസ് ഉറക്കെ ഒച്ച വയ്ക്കുന്നു. പക്ഷേ വികാസ് ആരുടെയും വിളി കേൾക്കുന്നില്ല. അവർ നേരെ ഹോസ്പിറ്റലിൽ എത്തുന്നു. എമർജൻസി റൂമിൽ കുറെ സമയം ആകാശിനെ പരിശോധിക്കുന്നു. കോച്ചും ക്യാപ്റ്റൻ വികാസും പുറത്ത് കാത്തിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുന്നു. ഒന്നും മിണ്ടാതെ പോകുന്നു. വികാസും അവന്റെ കോച്ചും നേഴ്സിനോട് ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് അറിയുവാൻ കഴിയുന്നത് ആകാശിന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണെന്നാണ്. ഇതെങ്ങനെ സംഭവിക്കും സാർ? ആകാശ് നമ്മുടെ ടീമിലെ നല്ല പ്ലെയറാണ്. അവന് പക്ഷേ ബോൾ കൊണ്ടെന്നും വെച്ച്. ഇത്രയും പറഞ്ഞുകൊണ്ട് വികാസ് കരയുവാൻ തുടങ്ങി. വികാസിന്റെ കോച്ച് വികാസിനെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. അവിടെ അപ്പോൾ ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് സോയയും ആലിയയും സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുവാനുണ്ടായിരുന്നു. ആലിയ പെട്ടെന്ന് ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ച് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയുന്നു. ആലിയ കോച്ചിന്റെ നമ്പർ വാങ്ങി ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് വാങ്ങുന്നു. മെഹുൽ പെട്ടെന്ന് ഡീറ്റെയിൽസ് വാങ്ങി ഹോസ്പിറ്റലിൽ എത്തുന്നു.
മെഹുൽ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ വികാസിനോടും കാര്യങ്ങൾ അന്വേഷിക്കുവാൻ തുടങ്ങി. സർ, സ്റ്റേഡിയത്തിൽ ഒരു വളരെ വലിയ മാച്ച് നടക്കുകയാണ്. മാച്ചിനിടയിൽ ആകാശ് ഫുട്ബോൾ അവന്റെ തല ഉപയോഗിച്ച് തടയുവാൻ നോക്കി. അതിന്റെ ഇടയ്ക്ക് അവൻ പെട്ടെന്ന് ബോധം കെട്ട് വീണു. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അറിയുവാൻ കഴിഞ്ഞത് അവന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണെന്ന്. അതിനുശേഷം മെഹുൽ ഹോസ്പിറ്റലിലെ ഡോക്ടറോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഡോക്ടർ ആകാശിന്റെ തലയിൽ മുറിവുണ്ടായതുകൊണ്ട് മാത്രം സംഭവിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? അപ്പോൾ ഡോക്ടർ മെഹുലിനോട് പറയുന്നു, ആകാശിന്റെ അവസ്ഥ ഫുട്ബോൾ കൊണ്ടതുകൊണ്ട് ഒരിക്കലും സംഭവിച്ചതല്ല. കൂടാതെ എല്ലാ ഫുട്ബോളറും ഗോൾ കീപ്പറും എല്ലാം എപ്പോഴും തല കൊണ്ട് ബോൾ തടയാറുമുണ്ട്. ആകാശിന്റെ തലയിൽ ഒരു ചെറിയ സൂചി കൊണ്ട മുറിപ്പാടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് സംഭവിച്ചതാകാം. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി മുന്നോട്ടുള്ള സത്യം ഡോക്ടർ സഞ്ജനയ്ക്ക് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. മെഹുൽ കോച്ചിനോടും വികാസിനോടുമായി പറയുന്നു, നിങ്ങൾ തിരിച്ച് സ്റ്റേഡിയത്തിൽ പോകണം. ഞാൻ വരുന്നതുവരെ ആരെയും സ്റ്റേഡിയത്തിന് പുറത്ത് കടക്കുവാൻ അനുവദിക്കരുത്. എന്നിട്ട് മെഹുൽ ആകാശിനെയും എടുത്തുകൊണ്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തുന്നു. ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് അടച്ചിരിക്കുകയാണ്. ഈ 4-ൽ ഒരെണ്ണം ഓഡ് വൺ ഔട്ടാണ്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഈ 4-ൽ ഏതാണ് ഓഡ് വൺ ഔട്ടെന്ന്? അങ്ങനെയെങ്കിൽ ഇതിൽ 4ഉം ഉടുപ്പ് തന്നെയാണ്. എന്നാൽ പാന്റ് ഒഴിച്ച് ബാക്കിയെല്ലാം മുകളിൽ ഇടുന്നവയാണ്. അതിനാൽ ഇത് ഓഡ് വൺ ഔട്ടായി. മെഹുൽ 3 പ്രസ് ചെയ്ത് ലാബിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഡോക്ടർ സഞ്ജന, വേഗം ആകാശിനെ പരിശോധിക്കുക. അവന് ബോധം വന്നിട്ടില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ എന്താ സംഭവിച്ചതെന്ന്. ഡോക്ടർ സഞ്ജന അവളുടെ എല്ലാ ജോലിയും മാറ്റിവെച്ചിട്ട് ആകാശിനെ പരിശോധിക്കുവാൻ തുടങ്ങുന്നു. മെഹുൽ പെട്ടെന്ന് കാറും എടുത്തുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. മെഹുൽ സ്റ്റേഡിയത്തിലെത്തുന്നു. അവിടെ ആലിയയും സോയയും മെഹുലിനെ കാത്തിരിക്കുന്നു. മെഹുൽ അങ്കിൾ, ഞാൻ ആലോചിക്കുകയായിരുന്നു സ്റ്റേഡിയത്തിന്റെ CCTV ഫോട്ടോസ് നോക്കാമെന്ന്. ചിലപ്പോൾ എന്തെങ്കിലും തെളിവ് ലഭിച്ചാലോ? ഇത് കേട്ടിട്ട് മെഹുലും ആലിയയും അതിശയിക്കുന്നു. സോയയുടെ ബുദ്ധി ഓർത്ത് പ്രൗഡാകുന്നു. മെഹുൽ പെട്ടെന്ന് തന്നെ അവിടുത്തെ CCTV ക്യാമറ നോക്കുന്നു. പക്ഷേ അവിടെ ആകെ ഒരു ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേഡിയം ആണെങ്കിൽ വളരെ വലുതായിരുന്നു. അതിനാൽ ഒന്നും തന്നെ വ്യക്തമായി കാണുവാനും സാധിച്ചിരുന്നില്ല. ഇവിടെ നിന്നും തെളിവ് കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. മെഹുൽ അവിടെയുള്ള എല്ലാ പ്ലേയേഴ്സിനെയും ചോദ്യം ചെയ്തു. പക്ഷേ അവന് ഒരു തെളിവും കിട്ടുന്നില്ല. അപ്പോഴേക്കും മെഹുലിന് ഡോക്ടർ സഞ്ജനയുടെ ഫോൺ വരുന്നു. അവർ മെഹുലിനോട് പറയുന്നു ആകാശിന്റെ തലയിൽ ഒരു സൂചി കൊണ്ട പാടുണ്ടെന്ന്. ആ സൂചിയിൽ വളരെ അപകടം പിടിച്ച വിഷമുണ്ട്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അതിന്റെ അർത്ഥം അവനെ ആരോ കൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ കേട്ടിരിക്കുന്നത് ആകാശ് വളരെ നല്ലൊരു ഗോൾ കീപ്പർ ആണെന്നാണ്. ഈ പ്ലേയേഴ്സിൽ ആരോ ആണ് അവനെ അപകടപ്പെടുത്തിയിരിക്കുന്നത്. മെഹുൽ സ്റ്റേഡിയത്തിന്റെ പുറത്തുള്ള CCTV ഫോട്ടോസ് നോക്കുന്നു. അപ്പോൾ അവന് 3 പ്ലേയേഴ്സിൽ സംശയമുണ്ടാകുന്നു. വരുൺ, കൗശൽ, പിന്നെ അങ്കിത്. ഈ 3 കളിക്കാരും മൈതാനത്തിന്റെ അകത്ത് നിന്നും പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ കാരണത്താൽ മെഹുലിന് അവരിൽ സംശയമുണ്ടായി. മെഹുൽ 3 പേരെയും ചോദ്യം ചെയ്യുന്നു. വരുൺ പറയുന്നു, സർ, എനിക്ക് ഒരുപാട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഞാൻ എനർജി ഡ്രിങ്ക് കുടിക്കുവാനായി ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോയതാ. കൗശൽ പറഞ്ഞു, സർ, എന്റെ വയറ് കേടായിരുന്നു. അതിനാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോയിരുന്നു. അങ്കിത് പറയുന്നു, സർ, എന്റെ ഗേൾഫ്രണ്ടുമായി ഞാൻ ബ്രേക്കപ്പ് ആയി. പക്ഷെ ഇന്ന് അവളുടെ കോൾ വരേണ്ടതാണ്. അതിനാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് നോക്കുവാനാ പുറത്തേക്ക് പോയത്. 3 പേരും പറയുന്നത് കേട്ടപ്പോൾ മെഹുലിന് പെട്ടെന്ന് മനസ്സിലായി ആരാണ് കള്ളം പറയുന്നത്. എന്താ, നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? വരുൺ കള്ളം പറയുകയാണ്. എനർജി ഡ്രിങ്ക് ഗ്രൗണ്ടിൽ തന്നെ കിട്ടും. ഇത് നോക്കിക്കേ, എത്ര ആളുകളാണ് എനർജി ഡ്രിങ്കുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്ന്. പിന്നെ എന്തിനാണ് ഇവൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്നത്? ഇതിന്റെ അർത്ഥം ഇവൻ എന്തോ ഒളിക്കുന്നുണ്ടെന്നല്ലേ? മെഹുൽ അവനെ പിടികൂടുന്നു. എന്നിട്ട് അവനെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ വരുൺ പറയുന്നു, സർ, അലോക് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയത്. പിന്നെ അവൻ എനിക്കൊരു സൂചി തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് കാരണം ആകാശ് ബോധം കെട്ടു പോകും. അപ്പോൾ നമ്മുടെ ടീം എളുപ്പത്തിൽ മാച്ച് ജയിക്കുമെന്ന്. ആ സൂചിയിൽ വിഷമുണ്ടായിരുന്നു. അത് ആകാശിന്റെ സ്ഥാനത്ത് വേറെ ആർക്കെങ്കിലുമാണ് കൊണ്ടതെങ്കിലോ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു. മെഹുൽ പെട്ടെന്ന് തന്നെ അലോകിനെ തിരയുവാൻ തുടങ്ങി. അലോക് സ്റ്റേഡിയത്തിനകത്തില്ലായിരുന്നു. അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. മെഹുൽ പെട്ടെന്ന് തന്നെ സ്റ്റേഡിയത്തിലെ സെക്യൂരിറ്റിയോട് ചോദിക്കുന്നു. അപ്പോൾ അവൻ അറിയുവാൻ കഴിഞ്ഞത് അലോക് ആകാശ് ബോധം കെടുന്നതിന് മുൻപ് തന്നെ സ്റ്റേഡിയം വിട്ടുപോയിരുന്നുവെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിനർത്ഥം വരുണ് വിഷം പുരണ്ട സൂചി കൊടുത്ത ശേഷം അലോക് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അപ്പോൾ മെഹുലിന് ആലിയുടെ കോൾ വരുന്നു. സർ, ഞാൻ പുറത്ത് തിരയുകയായിരുന്നു. അപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് അലോക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിരിക്കുന്നതെന്ന്. മെഹുൽ പെട്ടെന്ന് തന്റെ കാറുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാകുന്നില്ല, അലോക് എന്തിനാണ് ആകാശിനോട് അങ്ങനെ ചെയ്തതെന്ന്. എന്തെന്നാൽ അവനും അറിയാമല്ലോ ആകാശിനോടൊപ്പം അലോകിന്റെ കരിയർ കൂടി അവസാനിക്കുമെന്ന്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. മെഹുൽ റെയിൽവേ സ്റ്റേഷനിലെത്തി CCTVയുടെ സഹായത്തോടെ അലോകിനെ പിടികൂടുന്നു. ചോദ്യം ചെയ്തപ്പോൾ അലോക് പറയുന്നു അവന്റെ കോച്ച് അവന് 1 ലക്ഷം രൂപ കൊടുത്തു അങ്ങനെ ചെയ്യുവാൻ വേണ്ടിയെന്ന്.
എന്തെന്നാൽ നേരത്തെ അലോക് ആകാശിന്റെ ടീമിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവന് ആകാശിനെയും വരുണിനെയും നന്നായി അറിയാമായിരുന്നു. വരുൺ മുഖേന ചെയ്യിക്കുവാൻ എളുപ്പമായിരുന്നുവെന്ന്. അലോക്, വരുൺ, പിന്നെ അവരുടെ കോച്ച് എല്ലാവരെയും പിടിച്ച് മെഹുൽ പോലീസിനെ ഏൽപ്പിക്കുന്നു. കേസ് സോൾവ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്.